ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ വേദിയിലേക്ക്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ ഈ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. UDF-നെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ്. പ്രാദേശിക തലത്തിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയും കഴിഞ്ഞു. അപ്പോൾ എന്താണ് പ്രതീക്ഷകളൊക്കെ? ഏതാണ്ട് 2010 കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ UDF വലിയ മേൽക്കൈ നേടിയ ഒരു തെരഞ്ഞെടുപ്പ് 2010 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. ആ 2010 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF-ന് കരഗതമാക്കിയതിന് സമാനമായ നിലയിലുള്ള തിളക്കമാർന്ന വിജയം 2025 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ മറ്റൊന്നും കൊണ്ടല്ല, മതിയായ തയ്യാറെടുപ്പും മുന്നൊരുക്കങ്ങളും UDF ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ അവസ്ഥയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതിയും പരിശോധിച്ച് നോക്കിയാൽ ഇത്രയേറെ കനത്ത അവഗണനയും അധികാരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തികവും ഭരണപരവുമായ അധികാരങ്ങൾ വെട്ടിക്കുറക്കുകയും ചെയ്തൊരു കാലം ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. സമ്പൂർണമായ അസംതൃപ്തിയാണ് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും നല്ല മുന്നേറ്റം UDF-ന് വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് UDF-നെ സംബന്ധിച്ച് പൊതുവേ ഉള്ളത്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ ഈ PJ കുര്യൻ നടത്തിയ പ്രസ്താവന, അത് യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ ഒരു പ്രസ്താവന, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് ഇന്നലെയും PJ കുര്യൻ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടിലാണ് കോൺഗ്രസ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും അവരെ അനുകൂലിക്കുന്നവരും ഒരു തട്ടിൽ, രമേശ് ചെന്നിത്തല അടക്കം ചില നേതാക്കൾ മറ്റൊരു തട്ടിൽ ഈ PJ കുര്യനെ അനുകൂലിച്ച് നിലപാടെടുക്കുന്നു. ഈ കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങളൊക്കെ UDF-നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നൽ അങ്ങേക്കുണ്ടോ? ഇതൊന്നും ഒരു ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നമേ അല്ല. കാലാകാലങ്ങളിൽ കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള നേതാക്കൾ ഇതര പാർട്ടികളിൽ നിന്ന് ഭിന്നമായി വ്യതിരിക്തമായ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കുന്നതൊന്നും കേരളത്തിൽ പുതുമയല്ല. അതൊന്നും ഒരു ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നമായി കേരള സമൂഹം കാണുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അതിൻ്റെ ഒന്നും പേരിൽ കോൺഗ്രസ്സിലൊരു വിഭാഗീയതയുമില്ല, UDF-ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അസ്വസ്ഥതയുമില്ല. ഇതൊക്കെ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്. ഇതിനേക്കാൾ ശക്തമായ വിഭാഗീയതയും ഗ്രൂപ്പ് പോരുമൊക്കെ നടന്ന കാലഘട്ടങ്ങളിൽ പോലും കോൺഗ്രസ് അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ഭൂരിപക്ഷം നേടി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല, ഒരാളൊരു പ്രസ്താവന നടത്തുക, അതിനൊരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ടൊരു വിവാദം രൂപപ്പെടുക, ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഇന്ന് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത്, അതിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കുന്ന ഗവൺമെൻറ്റും തന്നെ കലാപകലുഷിതമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കൊലപാതക മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുന്നൊരവസ്ഥ, ഒരു അരാജകാവസ്ഥയിലേക്കാണ്, ഒരു ക്രിമിനലൈസ്ഡ് സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത് SFI, DYFI, CPM പാർട്ടി നേതൃത്വവും പ്രവർത്തകരുമാണ്. ആരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്? ഈ സംസ്ഥാനം ഭരിക്കുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. കൊലവിളിയുമായി തെരുവിലിറങ്ങുന്നതും പോലീസ് സ്റ്റേഷൻ അതിക്രമിച്ച് കിടക്കുന്നതും പോലീസുകാരുടെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസുകാരെ തല്ലുന്നതും DYFI, CPM പ്രവർത്തകർ. ഇതിൻ്റെ പേരാണ് ലോ ലെസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ നിയമരഹിതമായിട്ടുള്ള സംസ്ഥാനം, അരാജകമായ സംസ്ഥാനമായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ UDF-ന് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം സംസ്ഥാനം ഈ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ജനക്ഷേമപരമല്ലാത്ത പല വിഷയങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ UDF-ന് ഒരു അനുകൂലമായ സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങ് അപ്പോഴും UDF-ലെ കാര്യം നോക്കൂ. ഈ ശശി തരൂരിനെ പോലെ മുതിർന്നൊരു നേതാവ്, അദ്ദേഹം നിരന്തരമായി ലേഖനങ്ങൾ എഴുതുന്നു. ആ
പാർട്ടിക്കെതിരെ ലേഖനങ്ങൾ എഴുതുന്നു. അദ്ദേഹം ഈ മോദി സ്തുതികൾ വീണ്ടും മോദി സ്തുതികൾ നടത്തുന്നു. കടുപ്പിച്ചും ശബ്ദമുയർത്തിയും താഴ്ത്തിയും ഒക്കെ പലവട്ടം പല രീതിയിൽ ഈ പാർട്ടി അദ്ദേഹത്തിന് മുന്നറിയിപ്പൊക്കെ നൽകിയതാണ്. പക്ഷേ ഒരു ഒറ്റയാൻ എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ CV ബാലചന്ദ്രന്റെ പ്രസ്താവന, ഈ വയനാട് DCC പ്രസിഡന്റിനെ പൊതിരെ തല്ലുകയാണ്. ഇന്നലെ കണ്ണൂര് ഈ കെ സുധാകരൻ പങ്കെടുക്കാത്തൊരു പരിപാടിയിൽ, സണ്ണി ജോസഫ് ഇരിക്കുന്ന പരിപാടിയിൽ കെ സുധാകരന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ മുന്നണിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ UDF-നെ ബാധിക്കില്ലേ? ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 വലിയ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. UDF-നെ സംബന്ധിച്ച് അധികാരം വേണമെന്നൊരു ക്രൂഷ്യൽ ഒരു സ്റ്റേജിൽ നിൽക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടികളിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് ഗൗരവതരമല്ലേ ശ്രീ NK പ്രേമചന്ദ്രൻ? ഗൗരവതരമല്ല എന്ന് മാത്രമല്ല, നിസ്സാരമായ പ്രശ്നങ്ങളാണ്. ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. കേരളത്തിൽ PJ കുര്യൻ എന്ത് പറഞ്ഞു, ശശി തരൂർ എന്ത് പറഞ്ഞു, ബാലചന്ദ്രൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല കേരളത്തിൻ്റെ പ്രശ്നം. ഇതൊക്കെ കോൺഗ്രസിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇവരൊക്കെ ഇങ്ങനെ പ്രതികരണങ്ങൾ നടത്തുക, വാർത്താ മാധ്യമങ്ങളിൽ സജീവമായി മാറിത്തീരുക, മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ വിവാദമായി പോവുക എന്നുള്ളതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ അനുഭവമല്ല. ഇതൊന്നും ഒരു ഗൗരവതരമായ പ്രശ്നമേ അല്ല. ഞാൻ പറയാലോ, ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട്, കോൺഗ്രസിൽ അതിൻ്റെ ഭാഗമായി വല്ല വിഭാഗീയതയും ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള അനൈക്യം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ശ്രീ PJ കുര്യൻ പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അദ്ദേഹം സതുദ്ദേശപരമായിട്ടാണ് പറഞ്ഞതെന്നും അതല്ല അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നുമുള്ള 2 അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായ വൈജാത്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതുമയല്ല. മുൻകാലങ്ങളിൽ ഇതെല്ലാം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വിഭാഗീയതയുടെ ചേരിപ്പോരാണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് ചില വ്യക്തികൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ മേലുള്ള വ്യത്യസ്തമായ പ്രതികരണം എന്നതിനപ്പുറത്ത് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വിഭാഗീകരണത്തിൻ്റെ ധ്രുവീകരണം സൃഷ്ടിക്കുകയോ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി മാറുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. ശശി തരൂർ മോദിക്ക് അനുകൂലമായി നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ഏത് കോൺഗ്രസ് പ്രവർത്തകൻ മുന്നോട്ട് വന്നു? ഏത് കോൺഗ്രസ് നേതാവ് മുന്നോട്ട് വന്നു? അതുപോലെ ഈ പറഞ്ഞ രൂപത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുടെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ചുള്ള പൊതുചർച്ചയുണ്ടായി എന്നുള്ളതല്ലാതെ ഇതൊന്നും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും UDF രാഷ്ട്രീയത്തെയും ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ വിലയിരുത്തൽ. ഞാനിത് പറയുന്നത് അന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നില്ല. അത്രയ്ക്ക് ഭരണവിരുദ്ധ വികാരമാണ്, ജനവിരുദ്ധ നയങ്ങൾ. നമ്മളെല്ലാവരും കാണുന്നില്ലേ, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല ക്യാമ്പസിൽ നടന്ന അഴിഞ്ഞാട്ടം എന്ത് കാരണത്തിൻ്റെ പേരിലായാലും ഭരിക്കുന്ന പാർട്ടി ഇങ്ങനെ ആരംഭിച്ചാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകും? എന്നിട്ട് അതിന് പിന്തുണയുമായി ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി ഈ തോന്നിയാസവും ഈ ക്രിമിനലിസവും നിങ്ങൾ തുടരണം, അതിന് പാർട്ടിയുടെ ഐക്യദാർഢ്യവും പിന്തുണയുമുണ്ട് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നത്. കാരണം രജിസ്ട്രാർ ഒരു തട്ടിലായിരുന്നു, VC ഗവർണർ മറ്റൊരു തട്ടിലായിരുന്നു, സർക്കാർ വേറൊരു തട്ടിലായിരുന്നു. ഇതിന്റെയൊക്കെ ഇടയിൽപ്പെട്ടു പോകുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്, അവരുടെ ഫയൽ നീക്കമാണ്, അവരുടെ വിദ്യാഭ്യാസമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇടപെടേണ്ട, അവർക്ക് ഇടപെടേണ്ട ഒരു വിഷയമല്ല ഈ രജിസ്ട്രാർ, ഭാരതാംബ, മറ്റ് വിവാദങ്ങൾ. അങ്ങനെയാണോ? ഇതാണോ സമരോത്സുകത? എത്ര പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. കീം റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് കുട്ടികൾ ഇപ്പോഴും ആശങ്കയിലാണ്. SFI ഒരു വാക്ക് പറഞ്ഞോ? ഒരു വാചകം പറഞ്ഞോ? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ പുതിയ പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നു. ആ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായം, ഒരു പ്രക്ഷോഭം, ഒരു പ്രതിഷേധം, ഒരു സമരം, എന്തെങ്കിലും സംഭവം ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഭാരതാംബയുടെ ചിത്രം മാത്രമാണോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ആ പ്രശ്നത്തോട് ആരും അനുകൂലിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് സംഭവമെന്ന് വെച്ചാൽ, ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പൊതുജനാരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം, തുടരെയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, പ്രതിലോമകരമായ പ്രതിസ്ഥാനത്തേക്ക് ഗവൺമെൻറ് നീങ്ങുന്ന ഘട്ടത്തിൽ
അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഭാരതാംബയുടെ പേരിൽ സമരം ചെയ്യേണ്ടത് സർവകലാശാലയിലാണോ? സർവകലാശാലയിലെ പാവപ്പെട്ട കുട്ടികളെയാണോ, അവിടുത്തെ ജീവനക്കാരെയാണോ ഉപദ്രവിക്കേണ്ടത്? ഒരു ക്രിമിനൽ ഫോഴ്സ്, ആൻറ്റി സോഷ്യൽ ക്രിമിനൽ ഫോഴ്സിനെ പോലെയല്ലേ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ? അധോലോക ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണോ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല? അപ്പം മൗലികമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങളും അക്കാദമികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയും ഭാരതാംബയുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കലാപകലുഷിതമാക്കുകയും ചെയ്യുമ്പോൾ സ്പെസിഫിക് ചോദ്യം, നിയതമായ ചോദ്യം ഉയരുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? കേരളം ഭരിക്കുന്നത് ആര്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്? ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെ ഇതിൻ്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം. ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നതിന് പകരം ഈ കൊലവിളി മുദ്രാവാക്യവും നടത്തി, ഈ തരത്തിലുള്ള അക്രമോത്സുക പ്രവർത്തനങ്ങൾ നടത്തി, സർവകലാശാല ഓഫീസ് മന്ദിരത്തിൻ്റെ ഓഫീസുകളും ഫർണിച്ചറും തല്ലിത്തകർത്ത്, ജോലിക്കെത്തുന്ന ജീവനക്കാരെ ഉപദ്രവിച്ച്, അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുന്ന വിദ്യാർത്ഥികളെ ഉപദ്രവിച്ച്, ഇത്തരത്തിലൊരു അക്രമോത്സുക സമരത്തിലൂടെ എന്താണ് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത്? ഇതാണോ ഇതിന്റെ പൂർവ്വകാല പാരമ്പര്യം? വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മൗനം അവലംബിക്കുക കൂടി കടക്കുകയാണ്. ഇതിപ്പോ നമ്മൾ ഈ നിമിഷപ്രിയയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്. കാരണം ഇനി ഒരു ദിവസത്തെ അകലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യമൻ പ്രഖ്യാപിച്ച അനുസരിച്ചാണെങ്കിൽ ആ ശിക്ഷയൊക്കെ നടപ്പാക്കാൻ ഒരു പോസിറ്റീവായൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവും മനുഷ്യസ്നേഹികളായ എല്ലാ മനുഷ്യരും. കേന്ദ്രം ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തു എന്നും ഇനി എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ നമ്മൾ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട്. അങ്ങേക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായി ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകൾ ഉൾപ്പെടെ അവരുടെ പലതരത്തിലുള്ള സ്വാധീനം വിനിയോഗിച്ചുകൊണ്ടുള്ള ചർച്ചകൾ അവിടുത്തെ മതമേലധ്യക്ഷന്മാരുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ പ്രതീക്ഷാ നിർഭരമായൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ വൈകിപ്പോയി. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ചാണ്ടി ഉമ്മനും അതുപോലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി അടക്കമുള്ളവർ കേരള ഗവർണറെ കണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ വിഷയം കൂടുതൽ കേരള സമൂഹം വൈകാരികമായി കാണാനും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടാനും കഴിഞ്ഞത്. ഏതായാലും അനുകൂലമായിട്ടുള്ള തീരുമാനം യമൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ എംബസിയും ഒക്കെ ഈ കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അല്പം വൈകിപ്പോയി എന്നുള്ള ഒരു ന്യൂനതയാണ്, പോരായ്മയാണ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു നല്ലൊരു വാർത്ത തന്നെ നമ്മളെ തേടി എത്തട്ടെ ശ്രീ NK പ്രേമചന്ദ്രൻ. മറ്റൊന്ന്, ഇപ്പോൾ രാജ്യസഭയിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തുകയാണല്ലോ. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ഒരു ആളാണ് എന്നൊരു സന്ദേശമൊക്കെ ഉയർത്തിയാണ് ശ്രീ സദാനന്ദനെ BJP അവതരിപ്പിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരായി നിലകൊള്ളുന്ന പ്രതിനിധികളെ രാജ്യസഭയിൽ എത്തിക്കുക എന്നുള്ളതല്ല പ്രസിഡൻഷ്യൽ നോമിനേഷൻ കൊണ്ട് ഭരണഘടന ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയിൽ ഈ പറയുന്ന 12-13 പേരുടെ നോമിനേഷൻ ഭരണഘടനാനുസൃതമായിട്ടാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗങ്ങൾ അവർ എല്ലാ മേഖലയിലും വിദഗ്ധരായിട്ടുള്ളവരായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ആർട്സ്, സയൻസ്, അതുപോലെ വിവിധ മേഖലകളിൽ സാമൂഹിക രംഗ വിവിധ തലങ്ങളിൽ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ രാജ്യസഭ ഉപരിസഭയായതുകൊണ്ട് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഇൻപുട്സ് രാജ്യസഭയിൽ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഭരണഘടന ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് നൽകുന്നത്. പക്ഷേ ആ അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് BJP ഗവൺമെൻറ് ഇപ്പോൾ ഈ നോമിനേഷനിലൂടെ ചെയ്യുന്നത്. കാരണം അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായിരിക്കാം. അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാനുള്ള ഒരു വേദിയല്ല പാർലമെൻറ്റ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരട്ടെ, പക്ഷേ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറയാം, കസ്തൂരി രംഗൻ
സ്വാമിനാഥൻ, സച്ചിൻ തെണ്ടുൽക്കർ, PT ഉഷ, ഇങ്ങനെ കായിക രംഗത്തും കലാരംഗത്തും ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ബിസിനസ് രംഗത്തും ഉൾപ്പെടെയുള്ളവർ. നമുക്കറിയാം അംബാനി, അനിൽ അംബാനി ഉണ്ടായിരുന്നു, ടാറ്റ ഇതിനകത്ത് അംഗമായിരുന്നു, ബിർള ഇതിനകത്ത് അംഗമായിരുന്നു. അങ്ങനെ വ്യാവസായിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, കലാകായിക രംഗത്ത്, ഇങ്ങനെ വിവിധ സ്പേസ് റിസർച്ച്, കസ്തൂരി രംഗൻ ഉൾപ്പെടെയുള്ളവർ അവരൊക്കെ പ്രതിനിധീകരിച്ചിരുന്നത് എക്സ്പേർട്സ് എന്ന നിലയിൽ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്ന നിലയിലുള്ള നോമിനേഷനാണ്. ആ പട്ടികയിലേക്ക് ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു നോമിനേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിനെ രാഷ്ട്രീയമായി ആ വകുപ്പിനെ പോലും BJP ഗവൺമെൻറ് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. NK പ്രേമചന്ദ്രൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മളൊക്കെ വളരെ സങ്കടത്തോടു കൂടി കേട്ടതാണ് സംസ്ഥാനത്ത് വീണ്ടും ഈ ഗാർഹിക പീഡനത്തെ തുടർന്ന് അല്ലെങ്കിൽ സ്ത്രീധനത്തെയൊക്കെ തുടർന്ന് ഒരു പെൺകുട്ടിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത്. വിപഞ്ചികയുടെ കേസുമായി ബന്ധപ്പെട്ട് അങ്ങക്ക് എന്താണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന കാര്യം? എന്ത് സംഭവിച്ചു എന്നാണ്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു സത്യത്തിൽ അവരുടെ മരണക്കുറിപ്പ് പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിപഞ്ചികയും 1 വയസ്സ് മാത്രം പ്രായമായ മകളും മരിക്കാനിടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് അവർ തന്നെ എഴുതിയിട്ടുള്ള കുറിപ്പ് മാധ്യമങ്ങളിലൂടെ വായിക്കാനുള്ള അവസരം നമുക്കെല്ലാവർക്കും ഉണ്ടായി. വളരെ വ്യക്തമായ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഭർത്തൃ കുടുംബത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പീഡനം, പ്രാകൃതമായ പീഡനത്തിന് വിധേയമാകേണ്ടി വന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ, അമ്മയും മകളും മരണപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ഞാൻ ബന്ധപ്പെട്ടു, നമ്മുടെ എംബസിയുമായി ബന്ധപ്പെട്ടു. ആദ്യം ആവശ്യപ്പെട്ടത് അമ്മയുടെയും മകളുടെയും ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ബന്ധുക്കൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഈ കാര്യത്തിൽ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, സമഗ്രമായിട്ടുള്ളൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഈ കാര്യത്തെ സംബന്ധിച്ച് ബന്ധുക്കൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. മരണപ്പെട്ട വിപഞ്ചിക തന്നെ അവരുടെ കുറിപ്പിൽ, അവസാനം എഴുതിയ കുറിപ്പിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി അതോടൊപ്പം തന്നെ ഈ 2 പേരുടെയും ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയവുമായും അതുപോലെ തന്നെ എംബസിയുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തന്നെ 2 പേരുടെയും ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുകയും ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിലും പോലീസിലും അവർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്, വിദേശകാര്യ മന്ത്രാലയം മുഖാന്തരം UAE ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമഗ്രതലത്തിലുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താൻ ഉതകുന്ന നടപടികൾ തീർച്ചയായും സംഭവം. കാരണം അത് കേട്ടപ്പോൾ നമുക്കും അങ്ങ് പറഞ്ഞപ്പോൾ തന്നെ വലിയ ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഇങ്ങനെ ഈ സ്ത്രീധന മരണങ്ങളൊക്കെ പലയിടത്തും നടക്കുമ്പോഴും ഇനി ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത്, ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വാർത്തകളും പ്രേക്ഷകരിലേക്കൊക്കെ എത്തിക്കുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ കൂടിയൊക്കെ മനോവീര്യം കെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇനി സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടികൾ, നിയമ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകട്ടെ, അങ്ങനെ ആഗ്രഹിക്കാം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഒരുപാട് സന്തോഷം. നോക്കൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് ഞാൻ. താങ്ക് യു, വളരെ സന്തോഷം.